വിക്ടോറിയയിൽ ഒരു വേദി അനുവദിച്ചിരിക്കുകയാണ്. അങ്ങേക്ക് വിവാദം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് നമുക്ക് എന്താ പറയാ, പൊതുസമൂഹം ഏറ്റെടുത്തൊരു വിഷയമാണ്. ഇതിപ്പോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആക്ഷേപത്തിന് അപ്പുറത്ത് നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹം ഈ ഒരു വിഷയത്തെ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് അതിനെ പ്രതികരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്നിപ്പോ ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ നമുക്ക് ഈ സ്കൂൾ കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ ഒരു ദിവസം കിട്ടിയത്. അതൊരു പൊതു പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുമായി സംവദിക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ട് നന്ദി പറയുന്നു. ഇല്ല, അവരുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. കാരണം ആ ഒരു എന്താ പറയാ, അത്തരം ഒരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല. എനിക്ക് നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയാ, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാൾ ഇങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത്. അതിന് സന്തോഷമുണ്ട്. സുരേഷ് ഗോപിയുടെ ആ പരിപാടിക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല. അന്ന് വേറെ പ്രോഗ്രാം. അതെ പരിപാടി. ഈ വലിയ തോതിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് അതിനൊക്കെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. ഇതൊരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല. ഇത് നമുക്കറിയാം, ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ വിലസെന്ന് പറയുന്നത് അത് ജീർണിച്ചൊരു മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനോട് പൊറുക്കാൻ പറ്റില്ല. ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കലാഭവൻ മണിക്കേട്ടൻ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ കൂടിയാണ്. ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയത്. അല്ലാണ്ട് വ്യക്തിന്നപ്പുറം വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്.